നമ്മുടെ ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു നെവിൻ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇതെൻ്റെ സ്പേസാണ്, ഇതെൻ്റെ സ്പേസിൽ കിടന്ന് നീ കൂടുതൽ അങ്ങ് പൂണ്ട് വിളയാടുക, നിന്നെ ഞാനിങ്ങ് എടുക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് മോൻ്റെ പ്രശ്നം? മോൻ്റെ പ്രശ്നം എന്താ? മോന് വയ്യേ? മോൻ അവിടെ നിൽക്കാൻ വയ്യേ? വയ്യെങ്കിൽ ഇങ്ങ് പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, ഒന്നുമില്ല ലാലേട്ടാ, എനിക്കൊന്നുമില്ല, ഞാനിവിടെ കിടന്ന് കുറച്ചൊന്ന് അഹങ്കരിക്കാമെന്ന് വെച്ചത്. നിങ്ങൾ എപ്പോഴും എന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്യാമല്ലായിരുന്നോ? ഇപ്പോൾ എന്ത് പറ്റി ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ലാലേട്ടാ? വന്നിട്ട് എന്നെ കുറച്ച് കൊഞ്ചിക്കാത്തത് എന്താ? എന്നെ കൊണ്ട് വല്ല സൂര്യ നമസ്കാരമൊക്കെ ഒക്കെ ചെയ്യും. ലാലേട്ടൻ്റെ ഫ്രണ്ട് വരുമ്പോൾ എനിക്ക് അതൊക്കെ അല്ലേ ഇഷ്ടം. ലാലേട്ടൻ പോയി കഴിയുമ്പോഴാണ് ഞാൻ അനുമോളെ ഉപദ്രവിക്കുന്നത്, ബാക്കിയുള്ളവരെ ഇടിക്കുന്നതും അടിക്കുന്നതും ഒക്കെ. അപ്പോഴാണ് എൻ്റെ സ്വഭാവം പുറത്ത് വരുന്നത്. ലാലേട്ടൻ വരുമ്പോൾ ഞാനൊരു പാവമല്ലേ, ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ലാലേട്ടൻ എന്നിട്ടും വേണ്ടത്ര രീതിയിൽ നെവിനിട്ട് കൊടുത്തില്ല എന്നൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയല്ലല്ലോ ലാലേട്ടൻ സാധാരണ ദേഷ്യം കാണിക്കാറ്, അങ്ങ് പൊരിച്ചടുക്കുമല്ലോ. ഇപ്പോൾ എന്ത് പറ്റി? അനുമോളായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഭൂമി അങ്ങോട്ട് രണ്ടായിട്ട് പൊളന്ന് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഇടായിരുന്നു അനുമോളെ. ഇപ്പോൾ നെവിൻ്റെ അടുത്തായപ്പോൾ എന്ത് പറ്റി? ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉള്ള പോലെ തോന്നുന്നു. ഇത്ര സോഫ്റ്റ്നെസ്സിൻ്റെ ആവശ്യമില്ല കേട്ടോ. നെവിൻ ചെയ്ത പ്രവൃത്തിക്ക് ഇത്രയും സോഫ്റ്റ്നെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെവിൻ ശരിക്കും ഒരു എൻ്റർടൈനറൊന്നും അല്ല. ഇപ്പം അവനെ പുറത്ത് കളയാനാണ് അവിടുത്തുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ നിൻ്റെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഞങ്ങൾ സഹിക്കും, അതിൽ കൂടുതലായിക്കഴിഞ്ഞാൽ സൂക്ഷിച്ചോ മോനെ എന്നുള്ള രീതിയിലൊരു വാണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് നെവിന്. എന്താ നിൻ്റെ പ്രോബ്ലം? അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നീ അതൊന്ന് പറഞ്ഞതാ. നിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് ഞങ്ങളെ കുറച്ച് പരിഹരിച്ച് തരാം എന്നുള്ള രീതിയിൽ. നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിന്നെക്കുറിച്ച് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഞങ്ങൾക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും സഹിച്ച് നിന്നെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. ഇതെൻ്റെ സ്പേസാണ്, ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ പ്രമോയിൽ ഇത് ഭയങ്കര ബീജിയം ഒക്കെ ഇടുമ്പോൾ ഈ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നോർമൽ ചോദിക്കുമ്പോൾ ഇതിനെക്കാട്ടിൽ ലോവർ എഫക്റ്റ് പ്രതീക്ഷിച്ചാൽ മതി. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ഫയറിംഗ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. സാധാരണ അനുമോൾക്കിട്ട് ഫയർ ചെയ്യാറുള്ള അത്രയും ഇതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, എല്ലാ വട്ടവും വന്ന് ലാലേട്ടൻ അനുമോളെ മാത്രം ഫയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇവൻ്റെയൊക്കെ വിചാരം അനുമോൾക്ക് ഭയങ്കര നെഗാണെന്നും നെഗറ്റീവാണെന്നും ഇവനൊക്കെ ഒടുക്കത്തെ സപ്പോർട്ടാണെന്നുമാണ്. ലാലേട്ടൻ ഇവനെ വന്ന് കുറേ എപ്പോഴും ഭയങ്കര ആമ്പൂലിക്കാറുണ്ടല്ലോ, കളിപ്പിക്കാറുണ്ടല്ലോ, എൻ്റർടൈൻമെൻറ്റ് കാണിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാലേട്ടൻ തന്നെയാണ് ഇതിനുള്ള വളം വെച്ച് കൊടുത്തത്, അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെയാണ്. എന്തായാലും ഇവൻ ഔട്ടായി എന്നുള്ളൊരു ഗോസിപ്പൊക്കെ കുറേ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അതെത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇവൻ ഔട്ടായാലും സാരമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിനാലെയൊക്കെ ആയില്ലേ. ഇനി ഫിനാലയിൽ ഇങ്ങനെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റും ആകെ 2 ആഴ്ചയും കൂടെ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റർടൈൻമെൻറ്റും ഭയങ്കര കളിയും അതിൻ്റെ ആവശ്യം ഒന്നുമില്ല. അപ്പോൾ ഇവൻ്റെ ആവശ്യം അവിടെ ഇല്ല സത്യം പറഞ്ഞാൽ. അവനെടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല. കുറച്ച് സമാധാനപരമായിട്ട് പോകാനുള്ള ടൈമൊക്കെ ആയി ബിഗ് ബോസിൽ. ഇവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ സ്മൂത്തായിട്ട് ഇവിടെ പോകും. ബിക്കോസ് ആൾക്കാരുടെ ഗ്രഡ്ജൊക്കെ പരസ്പരം ഒന്ന് കുറഞ്ഞിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അനുമോളും അക്ബറും തമ്മിലുള്ളത് എത്രത്തോളം പോകുമെന്ന് എനിക്കറിയത്തില്ല. ബാക്കിയുള്ളതൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അറ്റാച്ച്ഡ് ആവാനും സ്നേഹമൊക്കെ ആവാനും ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എല്ലാ ബിഗ് ബോസിലും അങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ലാലേട്ടൻ്റെ ഈ ക്വസ്റ്റ്യൻ ചെയ്യലിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.